എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സ്നേഹം ഇങ്ങനെ CPR സാറിൻ്റെ പേരിൽ നടത്തുന്ന രണ്ടാമത്തെ എഡിഷനിലുള്ള ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലേക്ക് വീണ്ടും അതിഥിയായിട്ട് വരാൻ പറ്റിയതിലുള്ള സ്നേഹം ആദ്യം തന്നെ അറിയിക്കുന്നു. ഞാൻ ഈ പറയുന്ന പോലെ ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നതിനെ വളരെ ബഹുമാനത്തോടുകൂടി വളരെ ആദരവോടി കാണുന്ന ഒരാൾ. ഇപ്പോഴും നമുക്ക് സമയം കിട്ടിയാൽ യൂട്യൂബുകളിൽ എന്താണ് പുതിയ ആളുകളുടെ കോണ്ടന്റിലോട്ടുള്ള രീതികൾ, അവരെങ്ങനെയാണ് പുതിയ എഡിറ്റിങ്ങുകൾ കൊണ്ടുവരുന്നതെന്നുള്ളൊരു അറിയാനുള്ളൊരു കൊതി എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഒരു ഷോർട്ട് ഫിലിം ചെയ്യുക എന്ന് പറയുന്നത്, അതായത് നമുക്കൊരു സിനിമേനെ സ്വപ്നം കാണാം. അംബീഷ്യസ് ആയിട്ട് ഐ എം എ ഫിലിം മേക്കർ ആകാൻ പോകുന്ന ആളാണ്, എനിക്ക് അഭിനയിക്കേണ്ട ആളാണ്, എനിക്ക് അല്ലെങ്കിൽ സിനിമകൾ കാണാൻ വേണ്ടി നമ്മൾ തിയേറ്ററിൽ പോയി തിരിച്ചു വരുമ്പോൾ നമുക്ക് അതിനെ വിമർശിക്കാം, അതിനെ പ്രോത്സാഹിപ്പിക്കാം. ഇതൊക്കെ നമ്മുടെ ഇടയിൽ, ഒരു മലയാളികളുടെ ഇടയിൽ ഒരു സിനിമ എന്ന് പറയുന്നത് എന്തും പറയാവുന്നൊരു പൊതുസ്വത്തെന്ന്, അത് വളരെ അഭിമാനത്തോടെ തന്നെ പറയാം, എന്തും പറയാവുന്നൊരു പൊതുസ്വത്താണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം പലർക്കും സിനിമയിൽ എത്തണം, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയുന്ന ഒരു മലയാളി എന്നല്ല, ഇവിടെ ആരോട് ചോദിച്ചാലും അവരുടെയൊക്കെ ഉള്ളിൻ്റെ എവിടെയൊക്കെയോ എപ്പോഴെങ്കിലും ഒരു സിനിമയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പം സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെയൊക്കെ ഒരു ആദ്യ പടിയാണ് ഈ പറയുന്ന പോലെ ഷോർട്ട് ഫിലിംസുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻ്ററികൾ. അപ്പോൾ ഞാനും ഒരു 2012 കാലഘട്ടത്തെയാണ്, ഇപ്പം അവിടെ ഇരുന്നപ്പോൾ ഓർത്താണ്, 2012 കാലഘട്ടത്തിൽ ടോക്കച്ച് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാനും എൻ്റെ സുഹൃത്തും കൂടി ചെയ്തൊരു വളരെ മിനിമൽ ബഡ്ജറ്റിൽ ചെയ്തൊരു ഷോർട്ട് ഫിലിം, ഇൻ ബിറ്റ്വീൻ എന്നൊക്കെയാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അങ്ങനെ ചെയ്ത് എൻ്റെ കൂടെ അന്ന് പഠിച്ചിരുന്നൊരു കൂട്ടുകാരനെ കൊണ്ട് ഒരു 10-25,000 രൂപ ഫണ്ടൊക്കെ ചെയ്യിച്ച് അവനെയും ഒക്കെ അഭിനയിപ്പിച്ച് ഞങ്ങൾ ചെയ്തൊരു ഷോർട്ട് ഫിലിം ആദ്യമായിട്ട്. അപ്പം നമ്മൾ പേപ്പറിലൊരു സ്ക്രിപ്റ്റ് അല്ലെ സ്ക്രീൻ പ്ലേ എഴുതി, ആ സ്ക്രീൻ പ്ലേ നമ്മൾ പ്ലാൻ ചെയ്ത് എവിടെ ഷൂട്ട് ചെയ്യണം, അത് ഏത് ലൊക്കേഷൻ വേണം, ഏത് ക്യാമറമാൻ വേണം, അതിനെങ്ങനെ മ്യൂസിക് വേണം എന്നൊക്കെ തീരുമാനിച്ച് കുറേ പ്ലാനുകൾ ഉണ്ടാക്കി, ഒരു ടീമുണ്ടാക്കി. ടീമിലുള്ള ആളുകളോട് ഒരു ഡയറക്ടർ എന്ന രീതിയിൽ അയാളുടെ വിഷൻ എന്താണ്, ഇങ്ങനെയാണ് ആ സിനിമ എടുക്കേണ്ടതെന്ന് പറഞ്ഞ്, ചിലപ്പോൾ അവിടെ വരുന്ന ആക്ടറിൻ്റെയോ അല്ലെ ക്യാമറമാൻ്റെയോ ഈഗോകളും അല്ലെ നമ്മുടെ ഉള്ളിൽ ആ സമയം ഉണ്ടാകുന്ന ഈഗോകളെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്രസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സുണ്ട്. അതൊരു വലിയ ഒരു ഫിലിം മേക്കിങ്ങിന് വേണ്ടിയിട്ടൊരു ഡിഗ്രി, 5 വർഷത്തെ ഡിഗ്രി എടുക്കുന്നതിനേക്കാളോ ഒക്കെ എത്രയോ വലുതാണെന്ന് പറയും. സ്വന്തമായിട്ടൊരു കോണ്ടന്റ് പേപ്പറിൽ എഴുതി അത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ച് അത് ഷൂട്ട് ചെയ്ത് അതൊന്ന് ലാപ്ടോപ്പിൽ കാണുക എന്ന് പറയുന്നത് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു 12 വർഷത്തിന് മുന്നേ, 2012 സമയത്ത് ഞാൻ ചെയ്തൊരു ഷോർട്ട് ഫിലിം ഇതേപോലെ ഒരു ടോക്കച്ച് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന് കാണിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം സ്ക്രീനിൽ കാണാൻ പോകുന്നു. അവിടെ റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ എന്ന് പറഞ്ഞ് തരുൺമൂർത്തി എന്ന് പറഞ്ഞ പേര് കാണാൻ പോകുന്നു. ആളുകൾ നമ്മളെടുത്ത് ചിരിക്കുമോ, ആളുകൾ നമ്മളെടുത്ത്